നമസ്കാരം. സാധാരണ മാരുതിയുടെ വാഹനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഒരു മാരുതി കാർ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ സ്വിഫ്റ്റിൻ്റെ കേസിൽ അങ്ങനെയല്ല. സ്വിഫ്റ്റിന് അതിൻ്റേതായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഒരു യുണീക്കാണ് ആ ഒരു വാഹനം. അതിൻ്റെ പേര് തന്നെ മതി ആ ഒരു വാഹനത്തെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മാരുതി എന്നാരും ചിന്തിക്കാറില്ല. യഥാർത്ഥത്തിൽ മാരുതി കാറുകളിൽ നിന്നും വ്യത്യസ്തമായി നിന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റ്. സ്വിഫ്റ്റിൻ്റെ ഫസ്റ്റ് ജനറേഷനൊക്കെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് യൂണിവേഴ്സൽ ഡോണർ എന്നൊക്കെ പറയുന്നത് പോലെ മാരുതി സുസുക്കിക്ക് ലഭിച്ച, അതായത് ഫിയറ്റിൻ്റെ 1.3 മൾട്ടിജെറ്റ് എഞ്ചിൻ, അത് ഒരുപാട് വാഹനങ്ങൾക്ക് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഫിയറ്റ് പുന്തോ ആയിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ ഇൻഡിക്ക വിസ്ത, ഈ വാഹനങ്ങളിലൊക്കെ ഈ ഒരു എഞ്ചിനായിരുന്നു. അപ്പോൾ ആ ഒരു എഞ്ചിൻ്റെ മേന്മ കൊണ്ട് ഒരു കാര്യം കൂടി എടുത്തു വരട്ടെ, വളരെ നല്ല ട്യൂണിംഗ് ആയിരുന്നു. ഒരുപാട് വാഹന നിർമ്മാതാക്കൾ ആ ഒരു എഞ്ചിൻ ഉപയോഗിച്ചെങ്കിലും സുസുക്കിയിലേക്ക് വന്നപ്പോഴത്തേക്കും വളരെ നല്ല ട്യൂണിംഗ് ആയിരുന്നു. മൈലേജ് എന്ന് പറയുന്നത് ഇപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 20 മുകളിൽ 22 തീർച്ചയായിട്ടും 24 കിട്ടുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു എഞ്ചിനുമായിട്ട് വന്ന സ്വിഫ്റ്റ് വളരെ നല്ല പ്രതികരണമാണ് മാർക്കറ്റിൽ ഉണ്ടാക്കിയത്. പിന്നീട് വന്ന കെ സീരീസ് എഞ്ചിനുമായിട്ട് വന്ന സ്വിഫ്റ്റൊക്കെ വളരെ നല്ല റെസ്പോൺസാണ് മാർക്കറ്റിൽ ഉണ്ടാക്കിയത്. പക്ഷേ ഇന്നത്തെ സ്വിഫ്റ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എടുക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു വാഹനത്തിൻ്റെ ലുക്സിലേക്ക് നമുക്ക് പോകാം. ലുക്സ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം സാധാരണഗതിയിൽ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേഷ്യയൊക്കെ മാറ്റി, അല്ലെങ്കിൽ ബ്രേക്ക് ലൈറ്റ് മാറ്റി, അതല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ബമ്പർ മാറ്റി, ബാക്കിലെ ബമ്പർ മാറ്റി, ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. പക്ഷേ ഇത് മുമ്പത്തെ സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, അതായത് ഇതിന് മുമ്പുണ്ടായിരുന്ന ജനറേഷൻ സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മൊത്തത്തിൽ വാഹനം മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അതായത് സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിസയറുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ട് സ്വിഫ്റ്റ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിൻ്റെ പുറകിലൊരു പെട്ടി വെച്ചതുപോലെയാണ് ഡിസയർ ഇരുന്നത്. ഇന്നിപ്പോൾ ഡിസയറിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, സ്വിഫ്റ്റിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ഒരു പ്ലസ് പോയിൻ്റ് ആണ്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 163 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിൽ 5 പേരെ വെച്ചിട്ട് ഈ ഒരു വാഹനം സഞ്ചരിക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 150 വരും. ഈ 150 വരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഈ പോകുന്ന വഴിയിലെ അണ്ടുലേഷൻസ് കൊണ്ട് എന്തെങ്കിലും ഒരു ഇളക്കമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും താഴേക്ക് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇന്ത്യൻ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു വാഹനം കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഹോണ്ട സിറ്റി എടുത്തോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടാറ്റയുടെ ആൾട്രോസ്, ഇങ്ങനെയുള്ള വാഹനങ്ങൾക്കൊക്കെ സംഭവിക്കുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നല്ല ഹൈവേ പോലെയുള്ള റോഡുകളിൽ അത്യാവശ്യം സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ലഭിക്കും എന്നുണ്ടെങ്കിലും നമ്മൾ ഭൂരിഭാഗം ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള റഫായിട്ടുള്ള റോഡുകളിലാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഹമ്പ്, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗേറ്റ് കടന്നു പോകുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഹമ്പ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ അടി തട്ടും എന്നുള്ളൊരു കാര്യം 100% ഉറപ്പാണ്. കാര്യം കൂടി എടുത്തു വരട്ടെ, ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിംഗ് പൊസിഷൻ കുറച്ച് താഴ്ന്നാണ് ഇരിക്കുന്നത്. അത് ഈ ഒരു വാഹനത്തെ നമ്മൾ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് അങ്ങനെയാണ്. ഇറങ്ങാനും കയറാനും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കുറച്ച് വണ്ണമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ തന്നെ ആ വാഹനത്തിൽ ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രി തുറക്കുന്ന ഡോറുകളൊന്നുമല്ല, അതും ഒരു നെഗറ്റീവ് സൈഡ് തന്നെയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. യഥാർത്ഥത്തിൽ അത്ര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിനാണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. സീറ്റ് യാത്ര എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം വളരെയധികം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസോ അല്ലെങ്കിൽ ഷോൾഡർ റൂമൊന്നും ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സീറ്റിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഡാഷ്ബോർഡിൻ്റെ ക്വാളിറ്റി ഈസ് മച്ച് ബെറ്റർ എന്ന് തീർച്ചയായിട്ടും പറയാം. അതായത് ഡാഷ്ബോർഡ് മുമ്പുണ്ടായിരുന്ന സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഡ്രൈവറുടെ സൈഡിലേക്ക് ടേൺ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും. അതുമാത്രമല്ല എ സി വെൻറ്റിൻ്റെ പ്ലേസ്മെൻറ്റും എ സിയുടെ ടോഗിൾ കൈൻഡ് ഓഫ് സ്വിച്ചിൻ്റെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ, സ്വിച്ചിൻ്റെയും ബട്ടൻ്റെയും ക്വാളിറ്റിയൊക്കെ കുറച്ചും കൂടെ നന്നായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി എന്ന് പറയുന്നത് ആവറേജ് പ്ലാസ്റ്റിക് ക്വാളിറ്റി എന്നേ പറയാൻ കഴിയുകയുള്ളൂ. അതായത് കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആക്കാമായിരുന്നു. കാരണം സ്വിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. സ്വിഫ്റ്റിൻ്റെ ഒരു എസൻസ് ഈ ഒരു വാഹനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യാത്രാസുഖം എന്ന് പറയുന്നത്
യഥാർത്ഥത്തിൽ വാഹനത്തിൻ്റെ സസ്പെൻഷൻ നല്ലതാണ്, യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്. പക്ഷേ ഇരിപ്പ് സുഖം, സീറ്റിംഗ് പൊസിഷൻ അത്ര കംഫർട്ടബിൾ അല്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ്, ബോഡി ഷെൽ സ്ട്രക്ചർ എങ്ങനെയാണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഒത്തിരി കുറവാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് യഥാർത്ഥത്തിൽ ഒരു ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനമാണ് എന്നുള്ളതാണ്. പിന്നെ ബോഡി ഷെൽ സ്ട്രക്ചറിൻ്റെ ഇൻറ്റഗ്രിറ്റി കുറച്ചും കൂടെ നന്നാക്കിയിട്ടുണ്ട്. ബോഡി ക്വാളിറ്റി അല്ല, ബോഡിയുടെ സ്ട്രക്ചർ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഓൾഡർ ജനറേഷൻ സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ബെറ്റർ ആക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി വന്നു. അതിന് കാരണം കേന്ദ്ര സർക്കാർ 6 എയർ ബാഗ് നിർബന്ധമാക്കിയത് കൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ പല മാരുതി വാഹനങ്ങൾ ഇപ്പോഴും 2 എയർ ബാഗുമായിട്ട് നിലനിന്നേനെ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറേ പോസിറ്റീവ് സൈഡ് ഈ ഒരു വാഹനത്തിനുണ്ട്. ബാക്കിലെ ഡിസൈനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ചതാണ്. എസ്പെഷ്യലി ബാക്കിലെ ടെയിൽ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും വളരെ ഭംഗിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ. ഫ്രണ്ട് ഫേഷ്യയൊക്കെ കാണുമ്പോഴത്തേക്കും മികച്ച ഒരു സ്പോർട്സ് കാറിൻ്റെ ഒരു ലുക്ക്. ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. ചിലർക്ക് അങ്ങനെ തോന്നാം, ചിലർക്കത് തോന്നാതിരിക്കാം. എന്നാൽ പോലും കുറച്ച് ഭംഗിയുള്ളൊരു വാഹനമായിട്ട് ഇത് മാറി എന്നുള്ളതാണ്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഫാബ്രിക് ക്വാളിറ്റി നമ്മൾ നോക്കുകയാണ്. സീറ്റിലെ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത്ര മികച്ച ഫാബ്രിക് ക്വാളിറ്റി ഒന്നുമല്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സീറ്റ് കവറൊന്നും ഇടാതെ ഈ ഒരു വാഹനം കൊണ്ടു നടന്നാൽ മറ്റുള്ള വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ ഈവൻ അറീന ഷോറൂമിലൂടെ വിൽക്കുന്ന വാഹനമാണെങ്കിൽ പോലും അത്യാവശ്യം വിലയുള്ളൊരു വാഹനം തന്നെയാണ് സ്വിഫ്റ്റിനെ സ്വിഫ്റ്റ് എന്നുള്ള രീതിക്ക് മാർക്കറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. 5,79,000 മുതൽ 8,80,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. സ്വിഫ്റ്റിംഗ് എന്നാണ് ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ് തന്നെ പറയുന്നത്. എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. കാരണം അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കത് പറയാം. മാരുതിയുടെ AGS, മാരുതിയുടെ AMT ട്രാൻസ്മിഷൻ ഈ ഒരു വാഹനത്തിലുണ്ട്. CNGയും ഉണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് K സീരീസ് എഞ്ചിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോഴുള്ള ഈ ഒരു എഞ്ചിൻ, അതായത് ZEC12E എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിൻ അത്ര കണ്ട് മികച്ചതാണെന്ന് പറയാൻ കഴിയില്ല. അതൊരു 3 സിലിണ്ടർ എഞ്ചിനാണ്. അതിന് നല്ല വിറവലുണ്ട്, വൈബ്രേഷനുണ്ട്. പക്ഷേ മറ്റ് വാഹന നിർമ്മാതാക്കളുടെ 3 സിലിണ്ടർ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 3 സിലിണ്ടർ എഞ്ചിനുകൾ, അതിപ്പോൾ K10C ആയിക്കോട്ടെ, ZEC12E ആയിക്കോട്ടെ, അത്തരം എഞ്ചിനുകളൊക്കെ കുറച്ചും കൂടെ റിഫൈൻഡ് ആണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാരുതി സുസുക്കിയുടെ K12M എന്ന് പറയുന്ന എഞ്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ലോ എൻഡും മിഡൊക്കെ വളരെ നല്ലതായിരുന്നു. നല്ല ടോർക്കായിട്ടുള്ളൊരു എഞ്ചിനാണ് അത്. K12N എന്ന് പറയുന്ന എഞ്ചിനാണെന്നുണ്ടെങ്കിലും അത്ര മോശമൊന്നുമല്ല. അതിൻ്റെ ലോ എൻഡ് അത്ര ബെറ്റർ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും അതൊരു മോശമായിട്ടുള്ള എഞ്ചിനാണെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം അത്രമേൽ നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ആ ഒരു എഞ്ചിനിൽ നിന്നും ഉണ്ടാവില്ല. അത് ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം ഫൺ ടു ഡ്രൈവ് ആസ്പെക്റ്റിലൊക്കെ നമ്മൾ ചിന്തിച്ചാൽ പോലും നമുക്ക് നല്ല പവർ ഫീൽ ചെയ്യുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് K12N എന്ന് പറയുന്ന എഞ്ചിൻ. പക്ഷേ K12M കുറച്ചും കൂടെ നല്ല എഞ്ചിനാണ്. അതാണ് ഇഗ്നിസിലിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ZEC12E എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിൻ, ഇതിൻ്റെ പവർ ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5700 RPMൽ 80.46 BHP ജനറേറ്റ് ചെയ്യുന്നുണ്ട്. K12N എന്ന് പറയുന്ന എഞ്ചിൻ 89 BHP, അത് 6000 RPMലാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ 5700 RPMൽ പീക്ക് പവർ വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ടോർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4300 RPMൽ 111.7 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ലോയിൻ്റെ ടോർക്ക് ഈ ഒരു വാഹനത്തിൽ കുറവാണ്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ മിക്കവാറും സാധാരണഗതിയിൽ നമ്മുടെ ടൗണിലും അല്ലെങ്കിൽ ട്രാഫിക്കുള്ള സ്ഥലത്തും നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകുമ്പോൾ മിക്കവാറും നമ്മളൊരു ലോ എൻഡ് ടോർക്കിലാണ് ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും അത്രമേൽ നല്ല ഒരു റെസ്പോൺസ് ഈ ഒരു വാഹനത്തിലില്ല. 25 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ട്. കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഓൺ പേപ്പർ 25 കിലോമീറ്റർ മൈലേജ് പറയുന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നത് ഒരു 17 ആയിരിക്കും. 25 to 17. ഇനിയിപ്പോൾ ഹൈവേയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 19, മാക്സിമം 20. 19-20 മാക്സിമം കിട്ടുന്നത്. അപ്പോൾ 25-ൽ നിന്നും 20-ലേക്ക് വരുമ്പോൾ 5 കിലോമീറ്ററിൻ്റെ ഡിഫറൻസ്. അറ്റ് ദ സെയിം ടൈം K12N എന്ന് പറയുന്ന എൻജിൻ 21 അല്ലെങ്കിൽ 22 കിലോമീറ്ററൊക്കെ മൈലേജ് ക്ലെയിം ചെയ്തിട്ട് റിയൽ ലൈഫിൽ അതിന് കിട്ടുന്നത് ഓൺ ആൻ ആവറേജ് നമ്മുടെ ട്രാഫിക്കുള്ള അല്ലെങ്കിൽ നഗരത്തിലൂടെയൊക്കെ ഓടിക്കുന്ന സമയത്തൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് ഒരു 17 കിലോമീറ്ററൊക്കെ കിട്ടും. ഹൈവേയിലൂടെ പോകുമ്പം 21-നടുത്ത് കിട്ടും. അതായത് ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഫിഗറിനോട് ഏകദേശം അടുത്തൊക്കെയാണ് K12N എന്ന് പറയുന്ന അല്ലെങ്കിൽ K സീരീസിൽ വരുന്ന
എഞ്ചിനുകൾക്ക് കിട്ടാറുള്ളത്. പക്ഷേ സെറ്റോൾ ഇ എന്ന് പറയുന്ന ഈ ഒരു എഞ്ചിനിലേക്ക് വരുമ്പോഴത്തേക്കും പ്രാക്ടിക്കലി ഈ പറയുന്നത്ര മൈലേജ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എഞ്ചിൻ മോശമല്ല, നല്ലൊരു എഞ്ചിനാണ്. ഭാവിയിൽ നമുക്ക് ഇയാളെ കാണാൻ കഴിയും. അദ്ദേഹം ഇനി വരാൻ പോകുന്ന സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ ഒരു പുഞ്ചിരിയോടുകൂടി ഒരു ജനറേറ്ററായിട്ട് ഈ എഞ്ചിൻ ബേക്കകത്തിരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ കാര്യം എന്ന് പറയുന്നത് ഇത്രമേൽ പണം കൊടുത്തിട്ട് ഇപ്പോൾ ടോപ്പ് എൻഡ് ആയിട്ടുള്ള വാഹനം രൂപയ്ക്ക് മുകളിലാണ് ഓൺ റോഡ് പ്രൈസ്. അതിനകത്തൊക്കെ ഇരിക്കുന്ന ഈ ഒരു എഞ്ചിൻ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോഴത്തേക്കും അതിനകത്ത് വാഹനം ഓടിച്ചു കൊണ്ടുപോകുന്നത് ഷിഫ്റ്റിംഗ് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു എഞ്ചിൻ അത്രമേൽ മികച്ചൊരു എഞ്ചിൻ എന്നൊന്നും പറയാൻ കഴിയില്ല. പിന്നെ ബൂട്ട് സ്പേസ് കുറച്ചും കൂടെ നന്നാക്കിയിട്ടുണ്ട്. 265 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്, 37 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സസ്പെൻഷൻ വളരെ നല്ലതാണ്, മികച്ച സസ്പെൻഷൻ തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 സിലിണ്ടർ എഞ്ചിൻ്റെ ആ ഒരു പോരായ്മ എന്നുള്ള രീതിക്ക് ഇതിനെ മാറ്റി നിർത്താൻ കഴിയില്ല. നല്ല 3 സിലിണ്ടർ എഞ്ചിനുകളിൽ നല്ലൊരു എഞ്ചിൻ തന്നെയാണ്. കാരണം മാരുതിയുടെ എഞ്ചിനീയേഴ്സിന് വളരെ കൃത്യമായിട്ടറിയാം ഒരു 3 സിലിണ്ടർ എഞ്ചിൻ എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളത്. വളരെ ചെറിയ എഞ്ചിനാണ്, കോമ്പാക്ട് എഞ്ചിനാണ്, ഈസി ടു മെയിൻറ്റെയിൻ ആണ്. മെക്കാനിക്സിന് വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു എഞ്ചിനും എഞ്ചിൻ ബേയും ആണുള്ളത്. ലൈറ്റർ ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ ഇല്ല. ഫ്രണ്ടിൽ മക്സ്പെഷൻ സ്റ്റഡാണ് വരുന്നത്, ബാക്കിൽ ട്വിസ്റ്റ് ബീമാണ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് 4.8 മീറ്ററാണ് വരുന്നത്. ആവറേജ് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, 15 ഇഞ്ചിൻ്റെ വീലുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ മുമ്പുണ്ടായിരുന്ന സ്വിഫ്റ്റ് ഒരു 11 സെക്കൻഡ് 11 to 12 സെക്കൻഡിലൊക്കെ 0 to 100 വരും എന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 15 സെക്കൻഡ് എടുക്കുന്നുണ്ട് 0 to 100 വരാനായിട്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം മികച്ചതാണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഓക്കെയാണ്. വലിയ പവർഫുൾ ആയിട്ടുള്ള വാഹനമൊന്നുമല്ല. സ്വിഫ്റ്റ് എന്ന പേര് കേട്ട് പെർഫോമൻസ് ഒക്കെ നിങ്ങൾ അനുഭവിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു പെർഫോമൻസ് കിട്ടും എന്നൊരു ധാരണയിൽ ചെന്നാൽ നിങ്ങൾ നിരാശരാകും. അങ്ങനെയാണ് ഈ അറീനയിലുള്ള ഇത്തരം വാഹനങ്ങൾ നോക്കുന്ന ആളുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ വാഹനമുണ്ടോ എന്ന് അന്വേഷിച്ച് പതുക്കെ നെക്സയിലേക്ക് പോവുകയും അവിടെ ഇതേ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള മറ്റൊരു വാഹനം ഇരിക്കുന്നുണ്ടായിരിക്കും. അതാണ് ബലീനോ. ബലീനോ ഒക്കെ കൂടുതൽ മേടിക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകം അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ എൻട്രി സെഗ്മെൻറ്റ് വാഹനങ്ങളിലൊന്നും വലിയ ചോയ്സ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി അങ്ങോട്ട് പോകും തോറും ഈ ഫസ്റ്റ് ടൈം കാർ ബയേഴ്സൊക്കെ ഇത്തരം വാഹനങ്ങളിൽ നിന്ന് മാറിയിട്ട് കോമ്പാക്റ്റ് SUVയിലേക്ക് പോകുന്ന ഒരു ശൈലിയിലേക്ക് ചെല്ലും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.